ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ CPM2 ആണ് കളിക്കുന്നത്. CPM1 നമ്മൾ കളിച്ചിരുന്നു. അപ്പോൾ കുറച്ചാളത്തേക്ക് ഇനി CPM2ൻ്റെ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിലോട്ട് വരാം. നമ്മുടെ CPM2ൽ നമ്മൾ കുറച്ചാൾ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ കാണിക്കാൻ മെയിനായിട്ട് നമ്മളെ കാർ കളക്ഷനാണ് നമ്മുടെ CPM. അപ്പോൾ കുറച്ച് കിട്ടില്ല കാർസ് നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യുക. CPM2ൻ്റെ പുതിയ കുറേ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർ എന്തായാലും നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ലാൻഡ് ക്രൂസർ. നമ്മൾ ഏറ്റവും ആദ്യത്തെ നമ്മൾ വാങ്ങിച്ച കാറാണ് ഈ ഒരു ലാൻഡ് ക്രൂസർ. കുറേ കഷ്ടപ്പെട്ടാണ് ഈ ഒരു കാർ നമ്മൾ വാങ്ങിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വലിയ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തില്ല. ബാക്കിൽ നമ്മളെ പേരും അതേപോലെ തന്നെ പുതുതായിട്ട് യൂട്യൂബിൽ നിന്ന് എഴുതിയിട്ടുള്ളത് V8 എഞ്ചിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. V8 എഞ്ചിൻ പവറാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാൻഡ് ക്രൂസറിൻ്റെ പേരെടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ 2 ടയേഴ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ലോഗോ ആണ് ടൊയോട്ട. അതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ മെയിനായിട്ട് അത് സെറ്റ് ചെയ്ത്. പിന്നെ നമ്മളെ ടയർ ഇട്ടുണ്ട്, ഓഫ് റോഡ് സ്പെക്ട്. ഇത് ഫുൾ ഓഫ് റോഡാണ്. പെട്ടാണ് ഏത് മലയും സുഖമായിട്ട് ഈ ഒരു വണ്ടി കയറും. ഓക്കെ, നമ്മൾ ഇത്രയാണ് നമ്മൾ ഇതിൽ വർക്ക് ചെയ്തേക്കണത്. അതേപോലെ തന്നെ ഏത് മലയും പെഡായിട്ട് കയറുന്നത്. നമ്മൾ കുറേ സ്ഥലത്ത് ഇത് കൊണ്ടുപോയിട്ട് പിന്നെ നല്ല മൈലേജും ഉണ്ട് കേസ്. നമ്മൾ ഈ ഒരു വണ്ടിക്ക് നല്ല മൈലേജാണ്. ഇപ്പോൾ അധികം കുറേ ഒന്നും പെട്രോളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. വെറുതെ പെട്രോളൊന്നും പോയില്ല. നല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല മൈലേജാണ്. പെഡ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വണ്ടിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വേറെ കിടിലം വണ്ടിയാണ്. ആന എന്നൊക്കെ പറയാം. നേരത്തെ കാണിച്ചാൽ ഒരു ആന, അതിൻ്റെ ചേട്ടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഏകദേശം മനസ്സിലായിട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ വണ്ടി. പഴയ മോഡൽ LC. ഈ ഒരു വണ്ടിയുടെ വർക്ക് ചെയ്യേണ്ടത് ഞാൻ പറയണം കേസ്. നമ്മുടെ ഫ്രണ്ട് തന്നെ LC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ എൻജിൻ അടിപൊളിയാണ് കേസ്. നല്ല പവറാണ്. നമ്മൾ നേരത്തെ വണ്ടി പോലെ ഏത് മല ആണെങ്കിലും കയറും. പിന്നെ നല്ല വലിയ ഓഫ് റോഡ് സ്പെക്ക് ടയർ ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മൾ ലാൻഡ് ക്രൂസറിന് എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ലാൻഡ് ക്രൂസർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജനാരമ, ബാക്കിലത്തെ ജനാരമുള്ള ഈ ഒരു വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വലിയ വർക്കില്ല, എന്നാലും സെറ്റ് ചെയ്താണെങ്കിൽ. പിന്നെ ബാക്കിൽ ഇതും V8 എഞ്ചിൻ തന്നെയാണ്. പക്ഷേ നമ്മളെ പുതിയ ലാൻഡ് ക്രൂസറിൻ്റെ ഈ ലാൻഡ് ക്രൂസറിൻ്റെയും V8 എഞ്ചിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ നമ്മൾ കിങ് ഓഫ് ഡെസേർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയും വർക്കാണ് ഇതുമ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ടിലും ഇതിൻ്റെ എഞ്ചിൻ വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ടും ഈ V8 ആണ്. പക്ഷേ ഇതും അതിൻ്റെയും എഞ്ചിൻ വേട്ട എഞ്ചിനാണ്. അടിപൊളിയായിട്ട് ഏത് മലയാണെങ്കിലും കയറും. അപ്പോൾ എന്തായാലും പിന്നെ ലാൻഡ് ക്രൂസർ എഴുതിയിട്ടുണ്ട്. ഈ ഒരു വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്സ്. അതേപോലെ തന്നെ ഈ ഒരു വർക്കിന് മാറ്റണോ, കളറൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, കുറേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ലാൻഡ് ക്രൂസർ ഉണ്ട്. ഈ ഒരു വർക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എത്തിയിട്ട് ഇതാണ് നമ്മുടെ ഡോഡ്ജിൻ്റെ ഒരു SUV ആണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണം ഗൈസ്. ഓക്കെ, ഒരു സൈഡിൽ നമ്മൾ തൊപ്പിന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതല്ലേ, നമ്മുടെ സബ്സ്ക്രൈബറിനെ വാങ്ങിച്ചാണ്. ഓൺലൈൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ട് പുള്ളി വണ്ടി ഇത് ഇട്ടേക്കായിരുന്നു. അവർക്ക് കാശ് ആവശ്യമുള്ള കാര്യം വണ്ടിയും കാര്യങ്ങളും സെയിലിട്ടായിരുന്നു. ആ വണ്ടി വാങ്ങിച്ച് കുറച്ച് ക്യാഷും കൊടുത്തിട്ടുണ്ട് ആ സബ്സ്ക്രൈബറിന്. അപ്പോൾ ഈ ഒരു വണ്ടി കുഴപ്പമില്ല, നല്ലൊരു കാറാണ് ഗൈസ്. നമുക്കിനി അടുത്ത കാർ നോക്കാം ഗൈസ്. അപ്പോൾ അടുത്ത നമ്മളെ കാറാണ്. ഇതിൻ്റെ ലാസ്റ്റത്തെ കാറാണ് ഒരു സിവിക്ക്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഈ സിവിക്ക്. ആദ്യ കളറായിരുന്നു, ഫുൾ ബ്ലാക്ക് ആയിരുന്നു. നമ്മൾ പണ്ട് നമ്മുടെ ആദ്യത്തെ നമ്മളെ CPM2ത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കസിൻ ഒരു കാറ് വാങ്ങിച്ചത് സിവിക്ക്. ആ ഒരു വണ്ടിയാണിത്. അവനെ കുറച്ച് ക്യാഷും കാര്യങ്ങളും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് കുറച്ച് കൊടുത്തു, പക്ഷേ നമ്മൾ അത്ര ഉണ്ടായില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു വണ്ടി നമ്മളങ്ങനെ വാങ്ങിച്ച വണ്ടിയാണ്. അപ്പോൾ എന്തായാലും അവനെ കൊടുക്കുക, എന്തായാലും ക്യാഷും കാര്യം കൊടുക്കണ്ട. അവന് കുറച്ച് ക്യാഷ് ഇത് വന്നപ്പോൾ നമ്മൾ കൊടുത്താണ്. നമ്മുടെ പേരും ഇതൊക്കെ നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അടിയിൽ എങ്ങനെ ഉണ്ടെന്ന് പറയും ഒരു സ്റ്റിക്കർ. സ്പീഡ് 3 കിൽസ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചൊക്കെയാണ്. ജസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് വെറുതെ നമ്മൾ ഗാരേജ് ഇടാൻ വേണ്ടി എടുത്താണ്. പിന്നെ ഫ്രണ്ടിൽ ടൊയോട്ടേഴ്സ് എന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹോണ്ടയുടെ ലോഗോ എല്ലാം അടിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു വണ്ടി ചെയ്തേക്കണത്. പിന്നെ വേറെ വർക്കും കാര്യം ഇതിനകത്ത് ചെയ്യില്ല. നമ്മളെന്തായാലും ഈ ഒരു വണ്ടി നമ്മൾ ഗാരേജിൻ്റെ ഉള്ളിൽ പോകും. എന്നിട്ട് എല്ലാ വണ്ടിയും ഒരുമിച്ച് കാണിച്ചിട്ടാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു വണ്ടി ഇത്രയും വർക്കാണ് ചെയ്തിട്ടില്ല, വലിയ വണ്ടി വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇത് വെറുതെ നമുക്ക് ഗാരേജ് ഇടാൻ വേണ്ടി നമ്മൾ എടുത്താണ്. അവന് പിന്നെ ക്യാഷും കാര്യമെല്ലാം അത്യാവശ്യമായിട്ട് അവന് നമ്മൾ വാങ്ങിച്ചു. എൻജിനൊന്നും ട്യൂണൊന്നും ചെയ്തിട്ടില്ല, വെറുതെ തന്നെ ഇരിക്കുന്നത്.
ഓക്കെ, ഇവിടെ ഇത്രയും വണ്ടി നമ്മളെ ഗാരേജിൽ ഇപ്പോൾ ഉണ്ട്. കുറേയൊക്കെ ഇത് തന്നെയാണ് കേട്ടോ, SUV-കളാണ്. എനിക്ക് ഈ ഒരു 2 LC ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് കൊടുക്കൂല. നമ്മളാ ഒരു ഡോഡ്ജിൻ്റെ ഒരു SUV-യും ഇതും കൊടുത്താലും വേറൊരു 2 വണ്ടി നമുക്ക് കൊടുക്കത്തില്ല. എത്ര കാശിൻ്റെ അത്യാവശ്യം നല്ല 6 വണ്ടി നമ്മൾ കൊടുക്കത്തില്ല. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മളെ 4 വണ്ടി. ഒരു വണ്ടിയും കൂടി ഇവിടെ ഇടും കേസ്. ഇവിടെ വരാൻ പോകുന്നൊരു കിടിലൻ വണ്ടി, അതും കൂടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും കാണിച്ചിരുന്നായിരിക്കും. അതെ, ഇത്രയും വണ്ടികളാണ് നമ്മളെ കയ്യിൽ ഉള്ളത് കേസ്. ഓക്കെ, പെടാ വണ്ടികളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു വീഡിയോ കാണാൻ